ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മണിക്കൂറിനുള്ളിൽ 30 കിലോ വാട്ടോ 60 കിലോ വാട്ടോ നമ്മളൊരു വണ്ടിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ദ ഡിമാൻഡ് ഈസ് ഗോയിങ് വെരി ഹയർ. 3000-ൽ പരം പെട്രോൾ പമ്പുകളുണ്ട്. എന്നിട്ടും നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ പറ്റില്ല. അവിടെ കണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു 4-5 30 കിലോ വാട്ടിൻ്റെ സ്റ്റേഷൻസ് ഉണ്ട്. ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട് 60 കിലോ വാട്ടിൻ്റെ. അതിൽ ഒരു പ്ലഗ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, CCS2 എന്ന് പറയുന്ന പ്ലഗ്. ബാക്കിയെല്ലാം പഴയ ചാഡമോ അല്ലെങ്കിൽ എന്താ GBT ഗൺസ് അങ്ങനത്തെ പ്ലഗ്. 10 കിലോ വാട്ട് കൊടുക്കുന്നോടത്ത് ചിലപ്പോൾ ഒരു 22 കിലോ വാട്ട് കൊടുക്കും. ഇത്ര മാറ്റമാണ് വരുന്നത്. അന്ന് ഇതിൻ്റെ പവർ മൊഡ്യൂളിൽ നിന്നും ഇതിൻ്റെ 10-1 കാശ് പോലും ഉണ്ടാവില്ല. ഇപ്പം പ്രൈസ് കൂടുമെന്ന് പറഞ്ഞു. Since it's a renewable energy, there is way to generate it, right? There are many ways to generate it, like wind, solar. Like ആ ഒരു വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ I was supposed to continue on the same answer. അതിൽ ഞങ്ങളിത് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ 10 ചാർജിങ് സ്റ്റേഷൻ ഇട്ട് പോകാമെന്ന് കരുതി. പിന്നെ അത് പെട്ടെന്ന് ചാർജിങ് സ്റ്റേഷൻ ആയപ്പോൾ നൗ വി കാൺ ജസ്റ്റ് വാക്ക് അവേ ഫ്രം ദിസ്. സോ വി അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ മാർക്കറ്റ് നീഡ്സ്. ജനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിൽ ഇത് വിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് EVs. അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും നല്ല പ്രൈസിൽ പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതാണ്. ഡീസൻറ്റ്, ഞാൻ 50% ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ഡീസൻ്റായിട്ട് മാർക്കറ്റിലിപ്പോൾ നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6 to 7% കിട്ടും. നേരത്തെ പറഞ്ഞ തന്നെ വലിയൊരു അതിൻ്റെ ഒരു ഡബിൾ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ദാൻ എനഫ്. ഇതിനു വേണ്ടി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത് ഗവൺമെൻറ് പ്രൈസസ് ഫിക്സ് ചെയ്യും. അതിലും കൂടുതൽ കൊടുക്കരുത് എന്നുള്ളൊരു ഫിക്സിങ് പ്രൈസ് വരും. നമ്മൾക്ക് ആ പ്രൈസിലും കുറവ് കൊടുക്കാൻ കഴിയണം, എന്നാൽ അതിൽ ലാഭവും വേണം. അതിനുവേണ്ടി ഞങ്ങൾ അനൗൺസ് ചെയ്ത പ്രൊജക്ട്സാണ് വിൻമിൽ പ്രൊജക്ട്സുകൾ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 year ആയി അനൗൺസ് ചെയ്തിട്ട്. ദ ഫസ്റ്റ് പ്രൊജക്ട്സ് ഇസ് ഓൾമോസ്റ്റ് getting into the completion. Goisi is going to make your own energy. Our own energy. നമ്മൾ 5 വായു 1 പ്രൊജക്റ്റുകളാണ്. വായു ഇറ്റ്സ് എ പ്രൊജക്ട് നെയിം. വായു 1 to വായു 5 എന്നുള്ളതാണ് പ്രൊജക്റ്റ് ഉള്ളത്. നമ്മൾ സ്വന്തമായി റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്നു. ദെൻ വി വിൽ വീൽ ഇറ്റ് ത്രൂ ദ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രൈസിലൂടെ വീൽ ചെയ്ത് ഗവൺമെൻറ് അതിൻ്റെ ഫീസ് അടച്ച് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസിൽ നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിൻഡ് നമ്മൾ പുറത്ത് കൊടുത്താൽ റിന്യൂവബിളിന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റിന് ഗോയിസിക്ക് തന്നെ ബൈ ചെയ്ത് സെല് ചെയ്യാൻ കഴിയും. ഇന്ന് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാളും കുറവ് കൊടുക്കാൻ. നാളെ KEB സബ്സിഡി വിട്ടാൽ കളഞ്ഞാലും അല്ലെങ്കിൽ മാറ്റി വെച്ചാലും നിങ്ങളുടെ ഒരു കസ്റ്റമറിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസി ഓണറിനും അതൊരു ബുദ്ധിമുട്ടായി മാറും. അതാണ്. അപ്പോൾ നാളെ KEB ഒറ്റയടിക്ക് പൈസ കൂട്ടുകയാണെങ്കിൽ KEB കൂട്ടുന്ന സമയത്ത് പ്രൈസ് കൂട്ടേണ്ടി വരും. അപ്പോൾ എൻഡ് യൂസറിന് പ്രോബ്ലം വരും. ഇൻവെസ്റ്റർ ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മാർക്കറ്റിൽ പിടിച്ചേക്കാൻ കഴിയില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി തന്നെ നമ്മുടെ ചാർജറിലൂടെ കൊണ്ടുവരാനാണ്. ദാറ്റ്സ് ദ പാത്ത് വി ആർ മൂവിങ്. സോ ദ വിഷൻ ഈസ് ക്ലിയർ ഫോർ ദ നെക്സ്റ്റ് ഇറ്റ് ഈസ് ക്ലിയർ 5 to 10 years. പിന്നെ ഗ്രീൻ എനർജി എന്നൊക്കെ എല്ലാവരും പറയുന്നുള്ളൂ. ഇത് ഏതോ നാട്ടിൽ കോളും ന്യൂക്ലിയറും പൊട്ടിച്ചിട്ടാണ് ഇവിടെ വരുന്ന കറണ്ടൊക്കെ. പിന്നെ ഗ്രീൻ എന്നുള്ള പച്ച ബോർഡ് മാത്രം വെച്ചാൽ പോരല്ലോ. വി ഷുഡ് ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രി. സോ ഫ്രം ദ പോയിന്റ് ഓഫ് ജനറേഷൻ to the conception, everything is from by Goisi എന്നുള്ള രീതിയിലേക്ക് വരും. I mean it's a different companies basically, but we are the key founders on it. Okay. So as an EV owner, you're an EV owner, right? EVs ഇപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ, ലാസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ EVs വാങ്ങിച്ചത് കേരളത്തിലാണ്, ഇന്ത്യയിൽ. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്, battery changing, like after these many kilometers we have to change the battery, and the price is very different. Like ഒരു IC എഞ്ചിൻ വാങ്ങുന്നതും EV വാങ്ങുന്നതും തമ്മിൽ around 4 to 5 lakhs ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ജസ്റ്റിഫൈബിൾ ആകുന്നത്? അതിനെപ്പറ്റി എന്താണ് സാർ പറയുന്നത്? Now prices start dropping down. Even ടാറ്റയും MG ഒക്കെ നോക്കിയാൽ തന്നെ അവർ പ്രൈസസ് കുറച്ച് വരുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് early stage of the innovations and the revolution. So when it's move on, it will be viable. Now 2 ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ, ടൊയോട്ട ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനുഫാക്ചേഴ്സ് അല്ലേ. ഒരു ക്രിസ്റ്റയ്ക്ക് ഏകദേശം ഒരു 30 ലക്ഷം രൂപ, 27-30 ലക്ഷം രൂപ വരുമല്ലോ. ഈ ക്രിസ്റ്റ ഓടണമെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് പാർട്ട് മാറ്റി വയ്ക്കാം, ടയറിൻ്റെ ഭാഗം മാറ്റി വയ്ക്കാം. ഈ ക്രിസ്റ്റ ഓടണമെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററിന് ഏകദേശം ഒരു 10 രൂപ ചിലവുണ്ടാവും. ഡെഫിനറ്റ്ലി ഇല്ലേ? അപ്പോൾ ഒരു 5 ലക്ഷം കിലോമീറ്ററാണ് ഓടിയെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ചിലവായില്ലേ? 5 ലക്ഷം കിലോമീറ്റർ ഓടി. അപ്പോൾ 30 ലക്ഷം പ്ലസ് 50 ലക്ഷം എന്ന് പറയുന്നത് 80 ലക്ഷം. അതാണ് കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദാറ്റ് വെഹിക്കിൾ. 5 ലക്ഷം കിലോമീറ്റർ ഓടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ.
ടയോട്ടയാണ്, നല്ല വണ്ടിയാണ്, മോശമാണെന്ന് പറയുന്നില്ല. അതിന്റെ ഡിപ്രീഷിയേറ്റ് ചെയ്തതിന്റെ വാല്യൂ 0 എന്ന് തന്നെ കൂട്ടി. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ദ സ്റ്റാറ്റസ് ഓഫ് ദ വെഹിക്കിൾ അല്ലേ, അത്ര കിലോമീറ്റർ ഓടി. നമ്മളിപ്പോൾ ഒരു 30 ലക്ഷമുള്ള ഒരു വണ്ടി EV എടുക്കാം. EV ലെറ്റ്സ് 30 ലക്ഷമുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു BYDയുടെ ആറ്റോ 3 അല്ലെങ്കിൽ E6 എടുക്കാം. 6 എടുക്കാം. 6 എടുത്തു കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് അടക്കം പബ്ലിക് റോഡിലൂടെ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലൂടെ നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മെയിൻ്റനൻസ് അടക്കം ഇന്ന് 2 രൂപ 50 പൈസയാണ് മാക്സിമം പെർ കിലോമീറ്ററിനുള്ള ചിലവ്. That's 12.5 lakhs. The fuel cost. Yes. അപ്പോൾ 12.5 lakhs plus 30 lakhs which is 32.5 lakhs and another one is 80 lakhs. 42.5 lakhs and another one is 80 lakhs. 5 ലക്ഷം ഓടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് സ്ക്രാപ്പ് ആക്കിയാലും നഷ്ടമൊന്നുമില്ല, ഇല്ലല്ലോ. സോ നൗ യു സീ ദ ചേഞ്ച്. അതായത് ഉപയോഗമുള്ള ഈ ഒരു വൈഡ് സ്പാനിൽ വേണം തിങ്ക് ചെയ്യാനായിട്ട്. EV എടുത്ത് 1 വർഷം കൊണ്ട് ലാഭമാക്കാമെന്നോ 2 വർഷം കൊണ്ട് ലാഭമാക്കാമെന്ന് വിചാരിച്ചാലാണ് പ്രശ്നം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അനദർ ആസ്പെക്ട്, ഇപ്പം ഞാനൊക്കെ ഒരു മാസം 70,000 to 75,000 റുപ്പീസിന് ഡീസൽ ഓർ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സോ ഹൗ ദ കാൽക്കുലേഷൻ ഐ ഡൺ ബിഫോർ ഐ ബൈ ദ EV, ഞാനത് ലോൺ ഇട്ടിട്ടാണ് ഞാൻ ആദ്യത്തെ MG മേടിച്ചത്. മിനിമം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ലോൺ ഇട്ടു. അപ്പോൾ ലോണിൻ്റെ ഒരു അടവ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 38,000-40,000 താഴെയാണ് എനിക്ക് ലോണിൻ്റെ അടവ് വരുന്നത്. എനിക്ക് ഏകദേശം ഒരു 5,000-6,000 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് ഓടും. ബാക്കിയുള്ള പൈസ എനിക്ക് പ്രോഫിറ്റ് അല്ലേ. 75 മൈനസ് 40, 35,000 രൂപ ലാഭമായി. ഏകദേശം ഞാനിപ്പോൾ 1 ലക്ഷം കിലോമീറ്റേഴ്സിൻ്റെ മുകളിൽ വണ്ടി ഓടിച്ചു ഒരു 1.5-2 വർഷം കൊണ്ട്. എനിക്ക് ഓട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഒരു 3 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ ഫ്രീ ആയി ബേസിക്കലി എനിക്ക്. ഞാൻ ദ എമൗണ്ട് വാട്ട് ഐ എം സ്പെൻഡിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഇത് വേ നിങ്ങൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത്. പിന്നെ ടയേഴ്സൊക്കെ 80,000 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക് പാഡ് ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടില്ല. ഒരു സാധാരണ വണ്ടിയാണ്, കാരണം റീജനറേഷൻ ഉള്ളതുകൊണ്ട് ഹാർഡ്ലി അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഡിപ്പെൻഡ്സ് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞിട്ട് ഓട്ടോ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഇത്ര ഓട്ടോ ഉള്ളവർ പണ്ടേ പറയുന്നതാണ്, ഇത്ര ഓട്ടോ ഉള്ളവർ പെട്രോൾ വണ്ടി എടുക്കണം, ഇതിൽ കൂടുതൽ ഓട്ടോ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി എടുക്കണം, ഇതിന് മേലെ ഓട്ടോ ഉണ്ടെങ്കിൽ CNG എടുക്കണം. ഇപ്പോൾ ഒരാളോട് വന്നിരിക്കണം ഇലക്ട്രിക് എടുക്കണം. സാർ പറയുന്നതെങ്കിൽ ഒരു ഡെയിലി എത്ര ഓട്ടോ അല്ലെങ്കിൽ ഒരു ആനുവൽ എത്ര ഓട്ടത്തിന് മേലെ ഉള്ളവരായിരിക്കണം EV ചൂസ് ചെയ്യേണ്ടത്? ഇപ്പോൾ EV ചൂസ് ചെയ്യുന്നതിൽ ഇതിൽ കാറ്റഗറൈസ് ഓഫ് പ്രൈസ് ഉണ്ട്. വണ്ടികളുടെ വിലകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടിയാഗോ മുതൽക്ക് എടുക്കുകയാണെങ്കിൽ അധികം ഓട്ടം വേണ്ട, കാരണം അതിന് വലിയ പ്രൈസ് ഒന്നുമില്ല. 8 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൻറ്റ് ടിയാഗോ. EV നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്നും അതൊരു ക്ലിയർ അല്ല, എത്രത്തോളം വണ്ടി സെക്കൻഡ്സ് കൊടുത്താൽ കിട്ടുമെന്നുള്ളത്. എവറിത്തിങ് ഇൻ ദ മാർക്കറ്റ്. വെൻ ഐഫോൺ വന്ന സമയത്ത് എല്ലാവരും സസ്പീഷ്യസ് ആയിട്ടാണ് മാർക്കറ്റ് നോക്കുന്നത് അല്ലേ. പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി എന്താണ് ഐഫോൺ, എന്താണ് ആൻഡ്രോയിഡ് എന്നുള്ളത്. അത് എവറി പ്രൊഡക്റ്റ് ഹാസ് ദാറ്റ്. ഐ മീൻ അതിന് സമയം ആവുന്നുള്ളൂ ബേസിക്കലി. ഒരു വ്യക്തിക്ക് ഒരു മാസം ഏകദേശം 2,000-3,000 കിലോമീറ്റേഴ്സ് ഒരു മാസം ഓടുന്നുണ്ടെങ്കിൽ 110% പ്രോഫിറ്റബിൾ ആണ്. അതായത് ഡെയിലി 100 കിലോമീറ്റേഴ്സിന് മേലെ ഒരാൾക്ക് ഓട്ടം ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഗോ ഫോർ EV. ഈ ഡെഫിനറ്റ്ലി ഗോ ഫോർ EV. അന്നേ ഞാൻ പറയുള്ളൂ. അത് ഒന്ന് ഈ പ്രോഫിറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ലോണ്, ഈ കാര്യത്തിനൊക്കെ ഉപരി കംഫർട്ട് എന്ന് പറയുന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EVയുടെ ഓടിക്കുമ്പോൾ ഒരു കംഫർട്ട്, EV ഉപയോഗിച്ച ഒരാൾ പിന്നീട് ഒരു IC എഞ്ചിൻ ഉപയോഗിക്കില്ല. യു വിൽ നോട്ട് ബി കംഫർട്ടബിൾ അറ്റ് ഓൾ. ദ ടോർക്ക് ഞാൻ നെക്സോൺ ഓടിച്ചിട്ട് ആ കണ്ണൂർ ബൈപ്പാസിൽ ആ ടോർക്ക് കിട്ടിയത് തന്നെ നമുക്ക് ആ ഒരു ടേക്ക് ഓഫ് ആയിരുന്നല്ലോ. പവർ ഈസ് റിയലി പവർഫുള്ളാണ്. പിന്നെ കംഫർട്ട് എന്ന് പറയുന്നത്, ദർ ഈസ് നോ നോയ്സ്, ദർ ഈസ് നോ വൈബ്രേഷൻ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, ഞാൻ ബാംഗ്ലൂരൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് ആ മീറ്റിങ്ങിനൊക്കെ പോയിട്ടായിരുന്നു. നൗ യു ഗോ ഡയറക്ട്ലി ആൻഡ് ഡു ദ മീറ്റിംഗ് ആൻഡ് കം ബാക്ക്. സോ യു നെവർ ഫീൽ ടയേർഡ്. ഒരു സോഫയിൽ നമ്മളെ ബാംഗ്ലൂർ കൊണ്ടുപോയി ഇരുത്തി തിരിച്ചു കൊണ്ടുവന്ന് വന്ന പോലെ തോന്നുള്ളൂ, കാരണം വി നെവർ ഗെറ്റ് ടൈ. കംഫർട്ടിനാണല്ലോ വെർ യു ആർ സ്പെൻഡിങ് ദ മണി ഫോർ ദ കംഫർട്ട് ഓൺലി, റൈറ്റ്? എവിടെ കംഫർട്ട്? ഇപ്പോൾ ഈ സോഫയിൽ നമ്മൾ ഇരിക്കുന്നത്, വൈ യു പുട്ട് എ റിച്ചസ്റ്റ് സോഫ? ബിക്കോസ് ഇറ്റ്സ് കംഫർട്ട്. സോ പൈസ കൊടുക്കുന്നത് കംഫർട്ടബിളിനാണ്. ആ കംഫർട്ട് EV എന്തായാലും തരുന്നുണ്ട്. പിന്നെ പൈസ കൊടുക്കുന്നത് പവറിനാണ്. ആ റേഞ്ചിലെ IC എഞ്ചിൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ EV ഗിവ് മോർ കംഫർട്ട്. ആൻഡ് ദ പവർ ഡെഫിനറ്റ്ലി പവർ. നൗ ഇപ്പം ഞാനൊരു സീല് ബുക്ക് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ആണ്, അതിന് വെയിറ്റ് ചെയ്യുന്നു. മേ ബി ഇൻ 2 weeks ഐ വിൽ ഗെറ്റ് 0 to 100 3.8 seconds.
3.8 seconds 0 to 100 ഉള്ളൊരു വണ്ടി നമ്മൾ എടുക്കണമെങ്കിൽ ഇന്നൊരു പോർഷെ GT3 വിൽ കോസ്റ്റ് യു 3.5 crore. അതൊരു 62 ലക്ഷത്തിന് കിട്ടുന്നതിൽ എന്ത് മോശമല്ല, ഒരു മോശമില്ല. സാർ ആൾക്കാർ ഇ വി ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സാറിൻ്റെ തന്നെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു KCB പവർ കട്ടിൻ്റെ കാര്യം. യു ഷുഡ് ചാർജ് യുവർ EV ഇൻ പബ്ലിക്, യു ഷുഡ് പ്രിഫർ ചാർജിങ് ഇൻ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ. പക്ഷേ EV മേടിക്കുന്ന ഒരാളുടെ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇത്ര വീട്ടിൽ ചാർജ് ചെയ്താൽ ഇത്ര രൂപ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിനൊരു സൈക്കിൾ ഉണ്ടല്ലോ, ലൈക്ക് ഇത്ര പബ്ലിക് ചെയ്താൽ ഇത്ര EV ചെയ്താൽ നിങ്ങളുടെ എക്കണോമിക്സ് മാച്ച് ആവും. സോ ഹൗ ഷുഡ് ബി ദ പാറ്റേൺ ഓഫ്? വീട്ടിൽ നമുക്ക് KSEB കറണ്ട് തരുന്നത് 5 രൂപ 50 പൈസയ്ക്കാണ്. അത് മാക്സിമം 6 രൂപ എന്ന് പിടിക്കാം. പുറത്ത് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ GST അടക്കം ചാർജ് ചെയ്യുന്നത് ബിലോ 15 റുപ്പീസാണ്. വേറെ പല ചാർജ് പോയിൻ്റ് ഓപ്പറേറ്റേഴ്സും എനിക്ക് തോന്നുന്നു 20 റുപ്പീസ് 24 റുപ്പീസ് ഇൻക്ലൂഡിങ് GST ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ പോവുകയാണെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത്, മെയിൻ്റനൻസ് അടക്കം ഒരു 2.5 രൂപ പെർ കിലോമീറ്ററിൽ വരുള്ളൂ. വീട്ടിൽ പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ 1 രൂപയുടെ താഴെ വരുള്ളൂ. സോ വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ കൊള്ളലാഭമാണ് ബേസിക്കലി. പക്ഷേ വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ എടുത്ത് പറയാനുള്ള കാരണം, ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു കണക്റ്റീവ് ലോഡ് ഉണ്ടാവും. ആ കണക്റ്റീവ് ലോഡിലും കൂടുതലാണ് ആരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല. കാരണം ഒരു AC വയ്ക്കുന്ന അല്ലെങ്കിൽ AC ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും കണക്ഷൻ എടുക്കുന്ന. അവസാനം 3 AC 4 AC ആണ് ഇപ്പോൾ വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു 4 മാസം 5 മാസം മുമ്പ് ഓൾറെഡി KSEBയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ ഡെവലപ്പ് ചെയ്ത് എല്ലാ വീടുകളിലും, അതായത് ബില്ലിനെ ബേസ് ചെയ്തിട്ട് വീടുകളിൽ അവരൊരു സർപ്രൈസ് വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് നിങ്ങൾ വീട് പണിഞ്ഞ സമയത്തുള്ള കണക്റ്റീവ് ലോഡാണോ, ഇതിലും കൂടുതൽ പവർ പ്ലഗുകളുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫൈൻ തന്ന് നിങ്ങളുടെ ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരിക്കും, അത് ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാനൊക്കെ KSEB എടുക്കുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ KSEB അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനത് ഇറ്റ്സ് ബേസിക്കലി ഇല്ലീഗൽ. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 10 കിലോവാട്ടാണ് ഈ വീട്ടിൽ വേണ്ടതെന്ന് പറഞ്ഞ് പിന്നീട് ഞാനത് ഡിമാൻഡ് കൂട്ടുമ്പോൾ അവരെ അറിയിക്കാതിരിക്കുന്നത് റോങ് അല്ലേ? അതെ അതെ സാർ. അപ്പം ഇതിനകത്ത് തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് EVസിൽ മിക്കതും പറയാറുണ്ട്, ഡീലേഴ്സ് പറയാറുണ്ട് ദാറ്റ് ഇത്ര ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പം ഒരു സ്ലോ ചാർജിങ് ചെയ്യണം. അത് ടാറ്റയിലൊക്കെ ഭയങ്കര ചെറുതാണ്, 2 ഫാസ്റ്റ് ചാർജിങ്ങിന് ഒരു സ്ലോ ചാർജിങ് എന്നാണ് പറയുന്നത്. സിട്രൻ എടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് DC ചാർജ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാമെന്ന് പറയുന്നു. സോ ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഹൗ ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ബേസിക്കലി എനി സ്റ്റോറേജ് ഹാസ് എ സർട്ടൻ സൈക്കിൾസ്. യു ടേക്ക് എനി സ്റ്റോറേജ്, ബാറ്ററി ഈസ് എ സ്റ്റോറേജ് അല്ലേ? ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റിന് ദർ ഈസ് സംതിങ് കോൾ സൈക്കിൾസ്. ഇത്ര തവണ സൈക്കിൾസ് നിങ്ങൾക്ക് മാക്സിമം ചാർജ് ചെയ്ത് ഡ്രെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഏറ്റവും നല്ല ബാറ്ററീസ് എന്ന് പറയുന്നത് ബ്ലേഡ് ബാറ്ററീസ് ബിൽറ്റ് ബൈ BYD ആണല്ലോ. ഇത് AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് സിഗ്മ വേവ്സിൽ ബേസിക്കലി അതിൻ്റെ ചാർജിങ് വളരെ സ്ലോ പ്രോസസ്സിലാണ് മോളിക്യൂൾസ് തമ്മിൽ പുഷ് ചെയ്ത് മൂവ് ചെയ്യുന്നത്. DC ഈസ് എ ഫാസ്റ്റ് ചാർജ്, ഇറ്റ്സ് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ? AC-യിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ നോട്ട് ബി എ ലെഫ്റ്റ് ഓവർ കാവിറ്റീസ് ഇൻസൈഡ് എ സ്റ്റോറേജ്. എല്ലാ പോർഷൻസിലും തട്ടിക്കുലുക്കി ഫില്ല് ചെയ്ത് എല്ലാ മോളിക്യൂൾസിനെയും കറക്റ്റ് ചെയ്യും. DC എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡാമേജ് ഓഫ് സെൽസ് ക്യാൻ ഹാപ്പൻ. വൺ തിങ് ക്യാൻ ഹാപ്പൻ. അതേപോലെ തന്നെ സെൽസിൻ്റെ ലൈഫ് ഓൾസോ ക്യാൻ ബി ഗെറ്റ് റെഡ്യൂസ്. കാരണം ഒരു വ്യക്തി നടന്നു പോകുന്നൊരു വ്യക്തി എന്നും നടന്നാണ് പോകുന്നത്. ഓക്കെ, അയാളെ എല്ലാ ദിവസവും നമ്മൾ ഓടിപ്പിച്ചാൽ എങ്ങനെയാവും? ആരാണ് ഹൂ ഗെറ്റ് ടയേർഡ് സോ ഫാസ്റ്റ്? ഓടുന്നവനായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ എവറിത്തിങ് ഹാസ് എ കപ്പാസിറ്റി. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC ഫാസ്റ്റ് ചാർജിങ് ഓൺലി വിൽ ഹാപ്പൻ അപ് ടു 80 to 85%. അത് എല്ലാ വെഹിക്കിൾസിൻ്റെ ഉള്ളിലും ഇറ്റ്സ് പ്രോഗ്രാംഡ് ആണ്. ആ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ സ്ലോ ചാർജിങ് ആണ് ശരിക്കും നടക്കുക. ഇപ്പോൾ ആ സ്ലോ ചാർജിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നാളും ഞാനൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിറ്റർ ഓഫ് ജാർ എടുക്കുക, ഒരു empty ജാർ എടുക്കുക. അതേപോലെ തന്നെ 1 കിലോ നമ്മൾ അരി മേടിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഈ ജാറിലേക്ക് ഈ അരി ബോർ ചെയ്യുന്ന സമയത്ത് ഒരു ജാറിൻ്റെ ഒരു 80% വരെയൊക്കെ നമ്മൾ ഫുൾ സ്പീഡിൽ തട്ടില്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂനച്ച് വരും. ആ സമയത്ത് നമ്മൾ സ്ലോ ആക്കി തട്ടി ഈ ജാറിനേക്ക് ഒന്ന് തട്ടി ലെവലാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് 1 ലിറ്ററിലേക്ക് 1 കിലോ അരി നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെൽ ബാലൻസിങ്, സംതിങ് കോൾ സെൽ ബാലൻസിങ്. സെൽസ്, ഓൾ മോളിക്യൂൾ സെൽസ് ഹാസ് ടു ഗെറ്റ് ബാലൻസ്. ആ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ സ്ലോ ചാർജിങ് പ്രൊമോട്ട് ചെയ്യുന്നത്. സ്ലോ ചാർജിങ്ങിൽ പ്രോപ്പർ സെൽ ബാലൻസിങ് ഉണ്ടാവും. DC ഫാസ്റ്റ് ചാർജിങ്ങിൽ 80% കഴിഞ്ഞിട്ട് മാത്രമേ സെൽ ബാലൻസിങ് നടക്കുന്നു. ആദ്യമുള്ളവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് തള്ളിക്കയറ്റുകയാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു യൂസ് ഓൾട്ടർനേറ്റീവ്. ലൈക്ക് ദർ ഈസ് നത്തിങ് കോൾ നമ്പർ വൈസ്. ഇതൊക്കെ വെറുതെ ആരോ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. പക്ഷേ
റെഗുലർലി DC ചാർജ് ചെയ്യുന്ന ബാറ്ററീസിൻ്റെ ലൈഫ് ആ ഒരു സൈക്കിൾസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് എൻ്റെ MG 1,00,000 മുകളിൽ ഇപ്പോൾ ഓടിയിട്ട് എൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് 91% ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയില്ലേ, 91% ആയപ്പോൾ അത് ആകെ കുറഞ്ഞത് 20 കിലോമീറ്ററാണ്. ഇതുവരെ ഞാൻ സ്പെൻഡ് ചെയ്ത മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവല്ലേ. എൻ്റെ കണ്ടിന്യൂസ് DC ചാർജിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ചാർജിങ് ഒരു സൈക്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 90-10 റേഷ്യോ ആയിരിക്കും. 90% DC, 10% AC ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ട്രാവലിംഗ്, ഐ ഹാവ് ടു ഡിപ്പെൻഡ് ദ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ. ഓക്കെ സാർ, ഈ പറഞ്ഞ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റേഞ്ചിൽ ഡിഫറൻസ് വരില്ല? അപ്പം സ്ലോ ചാർജ് ചെയ്താൽ റേഞ്ച് കൂടുതൽ കിട്ടുമോ? There is nothing, that's nonsense. Range all depends on your battery capacity. ഓക്കെ, റേഞ്ചിലൊരു മാറ്റവും ഇല്ല, റേഞ്ച് റിമെയിൻസ് ദ സെയിം. ലൈഫ് സ്പാൻ കുറയും തോറും, അതായത് ഇപ്പോൾ ഹെൽത്ത് ഓഫ് ദ ബാറ്ററിയാണ് കുറയുക. ഇപ്പോൾ 100% ഹെൽത്തുള്ള ബാറ്ററീനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ARI സർട്ടിഫൈ ചെയ്തിട്ട് പറയുന്നത് 300-400 കിലോമീറ്റർ ഓടുമെന്ന് പറയും. നമ്മൾ നമ്പേഴ്സ് ഓഫ് DCs കണ്ടിന്യൂസ്ലി ചെയ്ത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ 80% ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ യു ഡൺ ദ DC പാർട്ട്. വൺസ് യു സ്റ്റാർട്ട് ബാലൻസിങ് ഇറ്റ്, നമ്മൾ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ അച്ചടക്കത്തിൽ ഒതുക്കിയിരിക്കാൻ ശ്രമിക്കുമ്പോൾ ദ ലാസ്റ്റ് മൊമെൻറ്റ്, ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും നമുക്ക് പെട്ടെന്ന് കയറ്റാം അല്ലേ, അവരൊന്ന് ഒരു ബെഞ്ചിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ടേക്സ് ടൈം അല്ലേ. ആ ഒതുക്കിയിരിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് AC ചാർജിങ്. 80 to 100. ആ സമയത്ത് ഒന്നുകിൽ യു വെയിറ്റ് അണ്ടിൽ ഇറ്റ്സ് ബിക്കം 100. ആ 100 ആവാൻ നമുക്ക് പലപ്പോഴും ക്ഷമ കാണില്ല. 90-91 നമ്മൾ വലിച്ചു പോകും. അപ്പോൾ പിന്നെ ഇരിക്കാത്ത കുറച്ച് പിള്ളേർ അവിടെ ഉണ്ടാവും. കറക്റ്റ്. പിന്നെ അൾട്ടിമേറ്റ്ലി കറക്റ്റ് അതാണ്, ആ പിള്ളേരാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളെല്ലാവരും അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വരെ ചാർജ് ചെയ്യാനെടുത്ത 0 to 80 വരെ ചാർജ് ചെയ്യാനെടുത്ത സമയത്തിൻ്റെ ഏകദേശം ഒരു 80%, 90% ടൈം തന്നെ 80 to 100 എടുക്കും. ബിക്കോസ് സ്ലോ ചാർജിങ് ഓൺലി ആണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ആ പോയിന്റിൽ നിങ്ങൾ അവിടെ ഒരു EV ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കളുടെ സമയമാണ് ഞാൻ കളയുന്നത്. ആ 20% കൊണ്ട് ഞാൻ ഒരു അച്ചീവ്മെൻറ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലേ. അടുത്തൊരു 50 കിലോമീറ്ററോ 70 കിലോമീറ്ററാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ 100 കിലോമീറ്റർ. നമ്മുടെ റോഡുകളിൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 100 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കും. അത് അടുത്ത ചാർജിങ് പോയിൻ്റ് ആയാൽ പോരെ. സോ ഇറ്റ്സ് നോട്ട് മാൻഡേറ്റ് യു ഹാവ് ടു ഗോ എക്സ്ട്രീംലി ഓൾ ദ വേ അപ് ടു 100. വീട്ടിൽ കുത്തിയിട്ട് സമയമാണെങ്കിൽ 100 ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച് നോക്കണേ, ARI അപ്രൂവ്ഡ് ഒരു റേഞ്ച് ഉണ്ട് മിക്ക വെഹിക്കിൾസിനും. സേ ഇപ്പം ടാറ്റയുടെ വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ 300 അല്ലെങ്കിൽ 400. അത് ഡീലർ പറയുന്ന വേറൊരു റേഞ്ചാണ്. കസ്റ്റമേഴ്സിന് ഇത്ര കിട്ടുന്നു, നമ്മളതെടുത്ത് റോഡിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന വേറൊരെണ്ണമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റോഡിൽ, ഇന്നത്തെ ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു പണ്ട് റിസർവ് ഫ്യൂവൽ എന്ന് പറയും നമ്മുടെ IC എൻജിൻസിൽ, അതുപോലെ റിസർവ് റേഞ്ച് എത്രയാണ് ഒരാൾ വയ്ക്കേണ്ടത് ഇപ്പോൾ? ഞാൻ ടിപ്പിക്കൽ OEM by OEM ഞാൻ പോകുന്നില്ല. ബിക്കോസ് OEMs ദേ ഓൾ ഇൻ ആൻ R&D സ്റ്റേജ്. അപ്പാർട്ട് ഫ്രം ചില കമ്പനികളോടിക്ക് അവരൊക്കെ ഓൾറെഡി പ്രൂവൻ ആണ്. പല യൂറോപ്യൻ സെഗ്മെൻറ്റിലും ഓൺ റോഡ് കുറേ വർഷങ്ങളായിട്ടുള്ള കമ്പനികളാണ്. നമ്മുടെ അവിടെയുള്ള മിക്കവാറും EVs അതേപോലത്തെ അപ്ഡേഷൻസ് വരേണ്ടതാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആർ ഓൾ ഇംപ്രൂവിങ്. റേഞ്ച് ARI സർട്ടിഫിക്കേഷൻ ഇറ്റ്സ് എൻ എൻറ്റയർ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ആരുമില്ലാത്ത റോഡുകളിൽ നേരെയുള്ള സ്ട്രീറ്റിൽ AC-യും മറ്റു പവർ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാതെ ആ ബാറ്ററി എത്ര ദൂരം ആ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിസിലാണ് ARI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ നിരത്തുകൾ അങ്ങനെയല്ല. പിന്നെ നമ്മൾ AC-യും ലൈറ്റും പാട്ടും വൈപ്പറും എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാക്സിമം, ഈവൻ സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കാരണം കംഫേർട്ട് അല്ലേ, നമ്മൾ കൊടുക്കുന്ന പൈസ. അപ്പോൾ ആ സമയത്ത് ഡ്രാസ്റ്റിക്കലി നമ്മുടെ റേഞ്ചിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. 1. 2 എന്ന് പറയുന്നത് EV ഓടിക്കുന്നത് IC എഞ്ചിൻ ഓടിക്കുന്ന പോലെയല്ല. ഇത് പറയുമ്പോൾ പലവരും ഇത് മേ ബി എ ബിഗ് ഡിബേറ്റ്, റൈറ്റ്? പീപ്പിൾ ഹാസ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. IC എഞ്ചിനിലും ഇതേ സംഭവമുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പോൾ പെഡൽ ഷിഫ്റ്റ് ഇട്ടാലും സ്പോർട്സ് മോഡിലിട്ടാലും ഷിഫ്റ്റിംഗ് ഗിയർ ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഹൈ ടോർക്കിൽ ഓടിക്കുകയാണെങ്കിലും വി ആർ ബേണിംഗ് ലോട്ട് ഓഫ് ഫ്യൂൽ. അത് നമ്മൾ നോക്കുന്നില്ല. കഴിയുമ്പോൾ ഫ്യൂൽ അടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ EVയിൽ നമ്മൾ കൊടുക്കുന്ന ആക്സലറേഷൻ, വി ഹാവ് ടു നോ ഹൗ വി ഹാവ് ടു ഡു ആക്സലറേഷൻ. ഇനീഷ്യലായിട്ട് നമുക്ക് ഇത്രയും ടോർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിനോടൊരു ഹരമാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ ഡ്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ വി ഹാവ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. പിന്നെ അതേപോലെ തന്നെ റീചാർജ്, what do you call the, what is it,
റീജനറേഷൻ മോഡുകൾ എന്തിലിട്ട് ഓടിക്കണം, ഹിൽ ഡിസെൻഡിങ്ങിൽ നമ്മൾ റീജനറേഷൻ എത്രയിലിടണം എന്നീ പ്രകാരത്തിലുള്ള കുറച്ച് എഡ്യൂക്കേഷണൽ ക്ലാസ്സസ് ആണ് OEMs EV ഓടിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ ARI അനൗൺസ് ചെയ്തതിൽ നിന്ന് ഓൺ സ്പോട്ടിൽ ഇന്ന് നിരത്തുകളുടെ വണ്ടികളിൽ ഓൺ സ്പോട്ടിൽ 20-25% നിങ്ങൾക്ക് ഒരിക്കലും ഇൻ റിയാലിറ്റി കിട്ടില്ല. അപ്പോൾ 400 പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു 300-280 എക്സ്പെക്ട് ചെയ്താൽ മതി. 100 കിലോമീറ്റർ പറഞ്ഞ വണ്ടിയാണെങ്കിൽ 75 കിലോ. അതും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിപ്ലിൻ, ഹൗ ഡിസിപ്ലിൻലി യു ആർ ഡ്രൈവിംഗ് ഇറ്റ്. കാറിന് മൈലേജ് കിട്ടുന്ന പോലെ തന്നെയാണ് മറ്റേ കാർ. റാഷ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ലൂസിങ് ദ റേഞ്ചസ്. ആൻഡ് ഈ സർ റിസർവ് ഫ്യൂൽ എത്ര, ഐ മീൻ റിസർവ് റേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു എൻഡ് യൂസർ ആണെങ്കിൽ ഹീ നോസ് വെയർ ഓൾ ദ ചാർജസ് ആർ. ബട്ട് നൗ അൾട്ടിമേറ്റ്ലി വെൻ യു ഗോ ഇൻ ദാറ്റ് സ്പോട്ട് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ഓൾവേസ് ബി സേഫ്, കീപ് അറൗണ്ട് 20% ഇൻ പോക്കറ്റ്. പ്രസൻസ് ഇൻ ഏരിയയിൽ 20% നമ്മൾ പോക്കറ്റിൽ വയ്ക്കുന്നതാണ് നല്ലത്. ലോങ് ഡ്രൈവുകൾ പോകുമ്പോൾ അത്രയും ഉറപ്പുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആപ്പിൽ ഇതെല്ലാം വിസിബിളാണ്. ചാർജേഴ്സ് അവൈലബിൾ ആണോ, അത് വർക്കിംഗ് ആണോ, കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റെഗുലറായി പോകുന്ന ഒരു 50% ആൾക്കാരും ഗോയിസിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കുകയാണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ചാർജർ വർക്കിംഗ് അല്ലേ. അപ്പോൾ ഈസ് ഓൾറെഡി പ്ലാൻഡ്. അവിടെ നിന്നായിരിക്കും പുള്ളി ഭക്ഷണം കഴിക്കേണ്ടാവുക, ചായ കുടിക്കേണ്ടാവുക, അതേ സമയത്ത് ചാർജ് ചെയ്യും. അപ്പോൾ ഒരു 20% ഇന്ന് ഒരു ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്കൊരു പോക്കറ്റിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ എ മച്ച് സേഫർ സോൺ. ബട്ട് അൾട്ടിമേറ്റ്ലി അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾ ചാർജ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദ ക്യൂ. സാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അടുത്ത്, അതായത് പോസിബിലിറ്റീസ് ഓഫ് പ്രീ ബുക്കിംഗ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ട്രാഫിക്കിൽ നടക്കുമെന്നറിയില്ല. നമ്മൾ 4:40 എത്താൻ പറഞ്ഞാൽ ഒരിക്കലും 4:40 നമ്മളിവിടെ എത്തില്ല. അപ്പോൾ അത് എത്രത്തോളം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി പ്രീ ബുക്കിംഗ് ഉള്ളതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇത് ഡിസേബിൾ ആക്കിയിട്ടിരിക്കുകയാണ്. പ്രീ ബുക്കിങ്ങിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സമയത്തിന് എത്താൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ശരിക്കും പ്രീ ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുന്ന ആ ഒരു സമയം, ആ സമയത്തിനുള്ളിൽ എത്ര യൂണിറ്റ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 30 kW നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പമ്പ് ചെയ്യുന്നത്. 1 മണിക്കൂർ മുമ്പ് പുള്ളി പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ 30 kW കോസ്റ്റ് പുള്ളിയുടെ നിന്ന് ഞങ്ങൾ മേടിക്കണം. എന്നാലല്ലേ ഞങ്ങൾക്കത് വയബിൾ ആവുള്ളൂ. അതെ, വേറെ വണ്ടിയോടെ ചാർജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങൾ. ഇയാൾ എത്തൂല്ല, വേറൊരാൾക്ക് ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഗെയിമാണ് ബേസിക്കലി. അപ്പോൾ സോ വി തോട്ട് ജസ്റ്റ് ഗോ വിത്ത് ദ പബ്ലിക്. അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് നമ്മൾ ഇപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടത്. ദർ ഈസ് ലോട്ട് ഓഫ് ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓൾ ഇത് വന്നേക്കാം. പക്ഷേ ലുലു പോലുള്ള സ്ഥലങ്ങളിൽ വി ഓൾറെഡി പ്രൊവൈഡഡ് എ വാലി സിസ്റ്റം വലിയ മാളുകളിൽ. അപ്പോൾ യു ജസ്റ്റ് ഗോ ആൻഡ് ഗിവ് യുവർ കീ. നിങ്ങൾ ഏത് ക്യൂവിലാണോ അതിനനുസരിച്ച് അവർ ചാർജ് ചെയ്ത് മാറ്റിയിടും. യു ഡോണ്ട് നീഡ് ടു കം ഡൗൺ. വലിയ മാളുകളിൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ വന്ന് വീണ്ടും കുത്തി വീണ്ടും പോകാൻ നിൽക്കണം. അതൊരു ഫ്രീ സർവീസായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഇപ്പം പ്രീമിയം വെഹിക്കിൾസ് നോക്കുകയാണെങ്കിൽ BMൻ്റെയും മെഴ്സിഡീസിൻ്റെയൊക്കെ EVs വരുന്നുണ്ട്, വിച്ച് ഹാവ് ബാറ്ററി കപ്പാസിറ്റി ഓഫ് 100 kW, 150 kW. നമ്മുടെ ഇന്നത്തെ ഒരു ചാർജിങ് നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് 60 kW, 120 kW ഒക്കെയാണ് വരുന്നത്. സാർ നേരത്തെ പറഞ്ഞ ആ ഒരു പവർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ 100ഉം 200ഉം ആണ്. 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഈ റേഞ്ച് വെഹിക്കിൾസ് വാങ്ങിക്കുന്നവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവണം, സമയത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നവരാണ്. അപ്പം ഇവരെ എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരിക്കലത് ഇന്ത്യയിലെ ഏറ്റവും വലുതായിരുന്നു കേട്ടോ. കൊച്ചിയിലുള്ള കിയയുടെ ഒരു ഷോറൂമിലാണ് 240 kW ഒരു ചാർജർ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ പ്രൈസൊന്നും അറിയില്ല. 240 kW ഒരു ചാർജർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 350 kW ട്രാൻസ്ഫോമറെങ്കിലും വേണം. ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ചിന്തിക്കുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ വില കൂടിയ വണ്ടികളിൽ റിസീവിങ് കപ്പാസിറ്റി വളരെ ഹൈ ആണ്. ഇപ്പോൾ BYD തന്നെ എടുത്ത 150 kW റിസീവിങ് കപ്പാസിറ്റി. 150 kW ചാർജേഴ്സ് ഇല്ല ബേസിക്കലി കേരളത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. കേരളത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ 120 ഇപ്പോൾ ഇനാഗുറേറ്റ് ആവുന്നുണ്ട്. 3 ലൊക്കേഷൻ 120 ഈസ് എ ഡീസൻറ്റ് പവറുള്ളൊരു ഇതാണ്. ഇപ്പോൾ BMW ചില വെഹിക്കിൾസ് ആസ് എ റിസീവിങ് കപ്പാസിറ്റി
എനിക്ക് തോന്നുന്നു 200 and something kilowatt റിസീവിങ് കപ്പാസിറ്റി ഒക്കെ. ബിക്കോസ് ദേ ആർ മെയ്ഡ് ടു ചാർജ് വിത്തിൻ 10 to 15 അല്ലെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചേഞ്ചാണ് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. റിസീവിങ് കപ്പാസിറ്റി ഈസ് ഗോയിങ് ടു ഗോ ഹയർ. ഇപ്പോൾ നമ്മൾ പറ്റാവുന്ന ഫീസിബിളായ സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്ഫോമർ വെച്ച് ഞങ്ങൾ അറൗണ്ട് 60 kilowatt വരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 80 kilowatt പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എൻ 80 അപ്ഗ്രേഡബിൾ 160 ചാർജറായിരുന്നു. പിന്നെ 120 kilowatt ചാർജേഴ്സ് ഇപ്പോൾ ഓണം. പക്ഷേ 100 മുകളിലേക്ക് കിലോവാട്ടിൽ നമ്മൾ പോകുമ്പോൾ അത് HT പ്രൈമൈസാവും, അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് കൂടും. ഇപ്പോൾ LTയിലാണ് എല്ലാ കണക്ഷൻസും 100 താഴെയായ കാരണം. അതിലാവുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞിരിക്കും. അതായത് ലെറ്റ്സ് സേ ഒരു 30 kilowatt ചാർജർ ആണെങ്കിൽ ഒരു 3000 rupees അടുത്ത് ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ ഓണർക്ക് വരും, KSEBക്ക് പേ ചെയ്യണം. അത് HTയിലേക്കാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഡബിൾ ആവും. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിക്കാണണം. അപ്പോൾ നമ്മൾ ഇത്രയും ലോ റേറ്റിൽ എങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ കഴിയും, യൂണിറ്റ് പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടും. അപ്പോൾ ജനങ്ങൾ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് സൈസ് ഓഫ് ചാർജേഴ്സ് നമ്മൾ കൊണ്ടുവരും. ഡിഫറെൻറ്റ് താരിഫിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാം. കാരണം ഒരു 3 കോടിയുടെ വണ്ടി മേടിക്കുന്നവന് പ്രൈസ് ഒരു പ്രശ്നമല്ല, അവന് സമയമാണ് ഒരു പ്രശ്നം. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യം ബിസിനസ് ചെയ്ത് ട്രാവൽ ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് കുടുംബം പോയിട്ടുള്ളത്. അപ്പോൾ അവർ ദേ ഓൾവേസ് ലുക്ക് അറ്റ് ദ എക്കണോമിക്കൽ വൈബിൾ. സോ അവർക്ക് ബെസ്റ്റ് പ്രൈസിൽ അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെറിയ വണ്ടികൾ വലിയ ചാർജറിൽ കുത്തിയിട്ട് ഒരു കാര്യവുമില്ല. 20-25 kilowatt റിസീവ് എന്ത് സംഭവിക്കുന്നത്, നത്തിയുമില്ല. എൻ്റെ ഇതിൽ എനിക്ക് EVയിൽ കണ്ടുള്ള ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇവിടെ കാക്കനാട് DLFലാണ്. സോ അവിടെ അറൗണ്ട് ഒരു 1500+ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അറൗണ്ട് 2000+ വെഹിക്കിൾസ് ഉണ്ട്, അറൗണ്ട് 50+ EVs ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എ പ്രൊവിഷൻ ടു ചാർജ് ദെയർ. ഇത് കൊച്ചിയിൽ തന്നെ മിക്ക അപ്പാർട്ട്മെൻറ്റ്സിലുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിട്ട് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലോഡ് ഇഷ്യൂസ്. കാരണം ലോഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ അത്രയും വയറിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. നേരെ EV വാങ്ങുന്ന അപ്പുറ സൈഡിൽ നിന്ന് സ്വന്തമായിട്ട് വീടുള്ള അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്തേക്കുന്ന ആളാണ് കൂടുതലും EV വാങ്ങുന്നത്. അതായത് അവർക്ക് അവരുടെ ചാർജിങ് സ്വന്തമായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. നേരെ തിരിച്ചല്ലേ ശരിക്കും വേണ്ടത്. അതായത് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഇവിടെ EV ചാർജിങ്സ് ഇനി വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെ 20% പാർക്കിംഗ് സ്ലോട്ട് EV ചാർജിങ് ആക്കണം എന്നുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് റൂൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ അവിടെയൊക്കെ അവർ ഈ 3.3 പ്ലഗാണ് പ്രൊവൈഡ് ചെയ്തത്. ഗോയിങ് വിത്ത് ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് EV ചാർജിങ് പോയിൻറ്റ്. ലൈക്ക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന അതേപോലത്തെ ഒരു പോയിൻറ്റ്. 7.4 ചാർജേഴ്സ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹാർഡ്ലി 1 or 2 കമ്പനീസ് ആർ പ്രൊവൈഡിങ് ഇൻ ബിഗ് പ്രൊജക്ട്സിൽ. ഞങ്ങൾ കമ്പനി 2024 വി ആർ ലിറ്റിൽ ബിറ്റ് മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്. ഞങ്ങൾക്ക് അതിനൊരു വേറെ വിങ് തന്നെ ഉണ്ട്. അവർ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസായി സംസാരിച്ച് അവിടുത്തെ ഇൻഫ്രയിൽ ചാർജേഴ്സ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് DLF ആണെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് കണക്ഷൻ വേറെ കൊണ്ടുവരും പ്രിമൈസിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നിങ്ങളുടെ ലോഡിൻ്റെ ഇഷ്യൂസ് അവിടെ ബാധിക്കുന്നില്ല. അതാണ് ഇതെല്ലാ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ. ഇതിൻ്റെ KSEB ബില്ലും ഇതിൻ്റെ GST സർവീസും എല്ലാം തന്നെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഗോയിസി ആപ്പ് തന്നെ. അത് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഇട്ടുണ്ടാവും. ഇപ്പോൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അവിടെ ആക്സസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനായിട്ട് ഇട്ടുണ്ടാവും. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, EV അഡോപ്ഷൻ, EV ചാർജിങ് ഇതൊരു ട്രെൻഡാണ് ഇപ്പോൾ. ഈ ട്രെൻഡ് പോകുന്ന പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യലായിട്ടാണ് പോകുന്നത്. എല്ലാ കമ്പനീസും EV ഇറക്കുന്നു, മാരുതി ഒഴികെ ഇതുവരെ ഇറക്കിയിട്ടില്ല. മാരുതി എന്തായാലും ഇറക്കുന്നുണ്ട്. എല്ലാവരും EVയിലേക്കാണ് പോകുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഫ്യൂൽ എന്ന് പറഞ്ഞ് കേട്ട് പിന്നെ മേ ബി വിത്തിൻ നെക്സ്റ്റ് 10-20 ഇയേഴ്സിൽ വന്നേക്കാം. സർ, ഇതിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ലൈക്ക് EVs ആയിരിക്കാം, EV ചാർജിങ് ആയിരിക്കാം, ഓർ ദ ഡീപ് ടെക് ആയിരിക്കാം. സോ വാട്ട്സ് യുവർ മെസ്സേജ് ടു ഓൾ ഓഫ് ദം? നമ്മളെത്ര തടയാൻ ശ്രമിച്ചാലും ഇറങ്ങാൻ പോകുന്നവരെന്നും ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതിലൊരു റെസിസ്റ്റൻസ് എന്നല്ല. ദ അഡ്വൈസ് വാട്ട് ഐ ഗിവ്സ്, ultimately it's two kind of business are happening. One, you are providing EV charging network for an investor. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാലും രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി പബ്ലിക് ഷുഡ് നോട്ട് സഫർ ഇൻ ദിസ്. ഒരു ചാർജർ, എനിക്ക് ആ വേദന നന്നായി അറിയുന്ന ഒരാളാണ്. ഒരു ചാർജർ, EV ചാർജർ ഉപയോഗിക്കാൻ ചെന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് സമയം, പിന്നെ ആങ്സൈറ്റി. നമ്മൾ വിചാരിച്ച ഒരു കാര്യം അന്ന് നടക്കില്ല. സോ give a very good service to the public. Customers are the king. They are the key.
അവർക്ക് എത്ര നല്ല സർവീസ്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾസ് കോൾസസ് 10 രൂപ എൻ്റെ പോയി, 50 രൂപ ടോപ്പപ്പ് ചെയ്തപ്പോൾ പോയി, എൻ്റെ സമയം പോയി. സോ വി നെവർ ആർഗ്യൂ വിത്ത് എ സിംഗിൾ പേഴ്സൺ. വി സാക്രിഫൈസ് ആൻഡ് ഗിവ് ദ മണി ബാക്ക്. ട്രസ്റ്റാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത്. ദെൻ ദ ബ്രാൻഡ് വിൽ ഓട്ടോമാറ്റിക്കലി ബിൽഡ്. സോ ഐ ഗിവ് എ വെരി ഗുഡ് സർവീസ് ബോത്ത് പാർട്ടീസ്. കസ്റ്റമേഴ്സിനും, അതായത് എൻഡ് യൂസേഴ്സിനും EV യൂസേഴ്സിനും കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന ചാർജേഴ്സിന് പ്രോപ്പറായി സർവീസ് കൊടുക്കുക. ഞാൻ നാട്ടിലൊക്കെ ഈ ബിസിനസ്സിലുള്ള പലവരും പറഞ്ഞ് മീൻസ് ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടവരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചാർജർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ ആപ്പ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവർ പറയും OEM-ൻ്റെ പ്രശ്നമാണ്, OEM-നെ ബന്ധപ്പെടൂ എന്ന് പറയും. അതല്ലെങ്കിൽ KCBയുടെ ഇനി KCBയുടെ ഭാഗത്തു നിന്നുള്ളതാണ് KCBയുടെ പ്രശ്നമാണ് കേട്ടോ, നിങ്ങളൊന്ന് KCBയിൽ വിളിച്ച് ചോദിക്കണം. If you bring so many people in one business, it's never going to success. So take the responsibility. It's a challenge. Business is a risk, അല്ലേ? ആ ചലഞ്ച് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ we make sure we give a proper service to both parties, investor and the end user. Then the business will grow. EV is the future. Oh, indeed. Every world is saying the EV is the future. Okay. Thank you so much, sir. All right. Thanks a lot. Thank you.